മന്ത്രി ഗണേശന്റെ തീരുമാനങ്ങളെ വെട്ടിലാക്കിക്കൊണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ പുതിയ ഉത്തരവിറക്കിയിരിക്കുകയാണ്. തലസ്ഥാന നഗരിയിൽ മന്ത്രി അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യണ്ട എന്ന മട്ടിലാണ് മേയറായ ആര്യ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇനി ഇലക്ട്രിക് ബസ് വാങ്ങില്ലെന്നും ഇലക്ട്രിക് സിറ്റി ബസ് സർവീസ് നഷ്ടമാണെന്നുമുള്ള ഗണേശന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ ഇലക്ട്രിക് ബസ്സുകളെ തന്നെ ഇറക്കിക്കൊണ്ട് തലസ്ഥാന നഗരത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണമെന്ന ആവശ്യവുമായി മേയർ രംഗത്ത് വന്നത്. ഇലക്ട്രിക് സിറ്റി ബസ് സർവീസുമായി ബന്ധപ്പെട്ട പരാമർശം അല്ലെങ്കിൽ മന്ത്രി ഗണേശന് ബൂമറങ്ങായി മാറുന്നതിനിടെയാണ് മേയറുടെ വക തലസ്ഥാനത്ത് നിന്ന് തന്നെ ഗണേശന് ഒരടി കിട്ടുന്നത്. തലസ്ഥാന നഗരത്തെ കാർബൺ ന്യൂട്രൽ നഗരമാക്കണമെന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്തു. കാർബൺ ന്യൂട്രൽ നഗരം എന്ന നയപരിപാടിയുടെ ഭാഗമായി ആദ്യഘട്ടമെന്ന നിലയിൽ നഗരസഭ 60 ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ സർവീസിനായി KSRTCക്ക് വാങ്ങി നൽകിയെന്നും ജനങ്ങൾ ഇരു കൈയും നീട്ടിയത് സ്വീകരിച്ച ഈ സേവനം വിജയകരമായി തുടരുകയാണെന്നും മേയർ പറയുകയും ചെയ്തു. രണ്ടാം ഘട്ടമെന്ന നിലയിലാണിപ്പോൾ 20 ഇലക്ട്രിക് ബസ്സുകളും നഗരത്തിലെ വിനോദസഞ്ചാര മേഖലയിലേക്ക് ഊന്നൽ നൽകുന്നതിൻ്റെ ഭാഗമായി 2 ഇലക്ട്രിക്കൽ ഡബിൾ ഡെക്കർ ബസ്സുകളും പർച്ചേസ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടന സജ്ജമായിട്ടുണ്ടെന്നും മേയർ തൻ്റെ ഫേസ്ബുക്കിലൂടെ അറിയിക്കുകയായിരുന്നു. ഇലക്ട്രിക് ബസ് ഇനി വാങ്ങില്ല എന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ തീരുമാനത്തിന് പിന്നാലെയാണ് മേയറുടെ ഈ കുറിപ്പ് വന്നത്. കാർബൺ ന്യൂട്രൽ നഗരം എന്ന നയപരിപാടിയുടെ ഭാഗമായി നിലവിൽ ആഗോള താപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ആഘാതം നിയന്ത്രിക്കാൻ വിവിധ നടപടികൾ നഗരസഭ നടപ്പാക്കി വരുന്നുണ്ട്. സോളാർ പദ്ധതികൾ, പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം, ഗതാഗതം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാർബൺ ന്യൂട്രൽ നയം നടപ്പാക്കി വരികയാണ്. ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടമെന്ന നിലയിൽ നഗരസഭ 60 ഇലക്ട്രിക്കൽ ബസ്സുകൾ നഗരത്തിൽ സർവീസിനായി KSRTCക്ക് വാങ്ങി നൽകിയത് അത് ജനം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. അത് തുടരുക തന്നെ വേണമെന്നാണ് ആര്യ രാജേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അത് ജനം ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് ആര്യ പറയുമ്പോൾ തന്നെ ഇതൊക്കെ നഷ്ടമാണ്. ഇലക്ട്രിക് ബസ്സും ഒരെണ്ണം വാങ്ങുന്നിടത്ത് ഡീസൽ ബസ് ഒരു 5 എണ്ണം വാങ്ങാമെന്ന ലാഭത്തിൻ്റെ കണക്കിലേക്കാണ് ഗണേഷ് പോയത്. എന്നാൽ പൂർണ്ണമായും ഗണേശൻ മന്ത്രിയെ തള്ളി CPMന്റെ തിരുവനന്തപുരം കോർപ്പറേഷനും രംഗത്ത് വന്നിരിക്കുന്നു.